ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. അങ്ങനെ BGMയുടെ 3.6 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇവൻറ്റിനെ പറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇവൻറ്റിൽ എന്തൊക്കെ പവർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പം മൊത്തത്തിൽ 4 പവറാണുള്ളത്: പ്രകൃതി, വായു, ജലം, അഗ്നി. അങ്ങനെ മൊത്തം 4 പവറാണുള്ളത്. ഇതിൻ്റെ പേരങ്ങനെയല്ല, ഫീനിക്സ് ഫ്ലെയിംസ്, അതുപോലെ തന്നെ അക്വാ ഡ്രാഗൺ, അങ്ങനെയൊക്കെ ഓരോ പേരുണ്ട്. ഞാൻ അങ്ങനെ ഒരു പേരിട്ടതേ ഉള്ളൂ. അങ്ങനെയാണ് അത് പരിപാടി. മൊത്തത്തിൽ അതാണ്. അപ്പോൾ ഓരോരോ പവറുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പവറുകളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അഗ്നിയുടെ ആദ്യത്തെ പവർ എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിറകിൻ്റെ സിമ്പിൾ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനെ പറന്ന് പോകാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു ജമ്പ് പോലെ ഇച്ചിരി ഹൈ രീതിയിൽ ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ പറന്ന് പോകാൻ പറ്റും. അതാണ് ആദ്യത്തെ പവർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത്, നമുക്ക് പവർ യൂസ് ചെയ്തിട്ട് ഫയർ ബട്ടൺ ഞെക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തീ പോയി വീഴും. അതായത് എനിമിയുടെ നേരേക്ക് നമ്മൾ എയിം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു മോൾട്ടോ പോലെ എനിമിക്ക് എഫക്റ്റ് വരും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പം ഇതേ പറക്കാനും പറ്റും, ലൈക്ക് ഇതുപോലെ ഫയർ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒരു മോൾട്ടോ പോലത്തെ സംഭവം യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പവർ, നമ്മുടെ അഗ്നിയുടെ പവർ, തീയുടെ പവർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പവറിലേക്ക് പോകാം. രണ്ടാമത്തെ പവർ എന്ന് വെച്ചാൽ ജലത്തിൻ്റെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊരു കവർ ഉണ്ടാക്കാൻ പറ്റും. ഒരു ജോയ്സ്റ്റിക്കും കിട്ടും. അത് വെച്ചിട്ട് നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒരു ഫ്രീ ഫയറിലേക്ക് ഗ്ലൂ വാൾ പോലത്തെ ഒരു പരിപാടിയാണ്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിനകത്തൂടെ എനിക്ക് കയറിയൊക്കെ വരാൻ പറ്റും. തടഞ്ഞൊന്നും നിൽക്കത്തൊന്നുമില്ല. ലൈക്ക് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ പരിപാടി എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബ്ലൈൻഡ് ആക്കുക പരിപാടി. അതായത് നമ്മളിപ്പുറത്ത് എന്ത് ചെയ്യുന്നതെന്ന് കാണിക്കാത്ത ഒരു രീതിയിലാണ്. ഫയറൊക്കെ ചെയ്താൽ വരിയൊക്കെ ചെയ്യും. അതായത് കുറച്ച് ബുള്ളറ്റ് ബ്ലോക്ക് ആവും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനൊരു ലോഡിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ പവർ നോക്കാം. മൂന്നാമത്തെ പവർ എൻ്റെ ടീമേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ക്ലൈം ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്, ഇങ്ങനെ ഈ ഒരു പുല്ല് പോലത്തെ സാധനത്തിൽ. ഇനി മൂന്നാമത്തെ പവർ എൻ്റെ ടീമേറ്റ് കാണിക്കുന്നതായിരിക്കും. അതൊരു മാന പോലെ നമുക്ക് ടെലിപ്പോർട്ട് ആകാൻ പറ്റും. അതായത് ഈ മാന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മാന ഡിയർ എന്ത് ഇത് രണ്ടു വന്നതിനാണല്ലോ. അപ്പോൾ ഇതിനിങ്ങനെ കൺട്രോൾ ചെയ്തൊരു സ്ഥലത്തേക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആകാൻ പറ്റും. അത്യാവശ്യം ദൂരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്കൊരു ബിൽഡിംഗ് ടു ബിൽഡിംഗ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ ഒരു ബട്ടൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ആ ഒരു ഭാഗത്തേക്ക് ടെലിപ്പോർട്ടായി ഇങ്ങനെ വരാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് വെച്ചാൽ. ഇപ്പോൾ ടീമേറ്റ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊരു നോർമലി ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇനി അതെടുത്ത് കാണിക്കേണ്ടല്ലോ, കാരണം ഓരോരോ ബാച്ച് വെച്ച് പാടാണ്. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ പവർ യൂസ് ചെയ്ത് മാനൗട്ട് ആവുന്നു. എന്നിട്ട് ആ മാന എവിടെ കൊണ്ടുവേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ക്യാരക്ടറിന് വീണ്ടും കൺട്രോൾ വരും. മാന ഒരിടത്ത് ഒതുങ്ങി നിൽക്കും. ഇപ്പം മാന ഇവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നുണ്ട്, കണ്ടോ. ഇനി വേണമെങ്കിൽ വീണ്ടും അവിടെ നിന്നിട്ട് മാനിൽ കൺട്രോൾ എടുത്തിട്ട് അങ്ങോട്ട് ടെലിപ്പോർട്ട് ആകാൻ പറ്റും. മാൻ നിൽക്കുന്ന എവിടെയാണോ, അതായത് നമ്മുടെ ഡിയർ ഈ ഒരു നിൽക്കുന്ന എങ്ങോട്ടാണോ അങ്ങോട്ട് ഇതേപോലെ ടെലിപ്പോർട്ടായി വരാൻ പറ്റും. ഇതാണ് എൻ്റെ പവർ. മെയിനായിട്ട് നമുക്ക് സീക്രട്ടായിട്ട് എസ്കേപ്പ് ആവാനും എനിമിക്ക് പണി കൊടുക്കാനൊക്കെയാണ് ഇതിൻ്റെ പവർ യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് പവറാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പവർ എന്ന് പറയുന്നത് വിൻഡിൻ്റെ പവറാണ്. അതായത് കാറ്റ്, വായുവിൻ്റെ പവറാണ്. അപ്പോൾ പവർ നൈസായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ട്രാവൽ ചെയ്ത് പറന്ന് പോകാൻ പറ്റും. ഫ്രണ്ടിൽ ഒരു ഷീൽഡ് കാണും. അത് എനിമി ഫയർ ചെയ്താൽ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പം ഇതാണ് ലാസ്റ്റ് പവർ എന്ന് പറയുന്നത്. എസ്കേപ്പ് ആവുക, അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പവറിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ടായല്ലോ, ഇവൻറ്റിലുള്ള ബാക്കി സംഭവങ്ങൾ, ബാക്കി ഇത് റീകോൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ, ലൂട്ടൊക്കെ എങ്ങനെ കിട്ടും, അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫ്ലൈറ്റ് ആനിമേഷൻ സൂപ്പറാണ്, നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഇവൻറ്റ് ലൊക്കേഷനെ പറ്റി പറയാം. അതായത് മെയിനായിട്ട് 2 ഇവൻ്റാണുള്ളത്. സാധാരണ എല്ലാ ഇവൻറ്റിലുള്ള കണക്ക് മെയിൻ ഇവൻറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ സ്റ്റാൽബറും അതുപോലെ തന്നെ കോറിയുടെ അടുത്തുകൊണ്ട് ഇവിടെ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് റീകോൾ കിട്ടുന്നത്. അതായത് ഇവിടെ ഇറങ്ങി നമ്മൾ എലിമിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളെ ഫ്ലൈറ്റ് കയറ്റി പറഞ്ഞു വിടും. പിന്നെ ഗഡ്കയുടെ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു ഇവൻറ്റ് കാണാൻ സാധിക്കും. അത് വേറൊരു സംഭവമാണ്. നമുക്ക് അവിടെ പോയിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ആദ്യം നമുക്ക് മെയിൻ ഇവൻറ്റിൽ ഇറങ്ങാം. ഇവിടെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് റീകോൾ കിട്ടുന്നത്. എല്ലാവർക്കും അത് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. എക്സ്ട്രാ റീകോൾ കാർഡ് നമ്മൾ പെട്ടി ഓപ്പൺ ചെയ്ത് കിട്ടുമെന്നും നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്തിട്ട് പറയാം. അതിന് മുമ്പേ പറഞ്ഞാൽ അത് സർപ്രൈസ് പൊളിയും. അപ്പം അവിടെ ചെന്നിട്ട് പറയാം. അപ്പം ഈ ഒരു ഇവൻറ്റ് ലൊക്കേഷൻ ഒരു ചൈനീസ് അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ടീമാണ്. ചൈനീസ് ആണോ ജാപ്പനീസ് ആണോ എന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷനുണ്ട്. മൊത്തത്തിൽ ഒരു ഏൻഷ്യൻ ടൈപ്പ് സംഭവമാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ടെന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു തീയുടെ ഐക്കൺ പോലെ കാണാൻ സാധിക്കും. ഇതിൽ കയറി കഴിഞ്ഞാൽ സ്പീഡിൽ ഓടാൻ പറ്റും. ഓടാൻ മാത്രമല്ല സ്ലൈഡ് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് സ്ലൈഡും വർക്കാവും. അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സ്പീഡിൽ പോകാം, സ്ലൈഡും ചെയ്യാം. അതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു വെള്ളം ചീറ്റുന്നൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഇതിൽ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ കൂടെ സ്പീഡിൽ പോകാൻ നല്ല രസമുണ്ട്. ഇനി വെള്ളത്തിൽ കയറുന്നൊരു പരിപാടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും ഓക്കെ കിട്ടിപ്പോയി. ഇതിലിങ്ങനെ വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ പൊക്കി ഇങ്ങനെ എറിയും. നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പതുക്കെ പോകും. അതായത് ആ വെള്ളത്തിൽ കയറിയിട്ട് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ പോകും കേട്ടോ. ഇച്ചിരി ദൂരോട്ടൊക്കെ പോകാൻ പറ്റും. അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒരു യെല്ലോ ലൈൻ ഇട്ട് ഇങ്ങനെ ഒരു ഐക്കൺ കാണിക്കും. സംഭവം വേറൊന്നുമല്ല, അവിടെ ഒരു ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. അത്ര ഹെവി ഡ്രോപ്പ് ഒന്നുമല്ല, നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഗൺസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അവിടെ വരിക, ഡ്രോപ്പ് ഓപ്പൺ ആക്കുക, ഡ്രോപ്പിൽ നിന്ന് അത്യാവശ്യം വേണ്ട ഗൺസ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഒരാൾക്കുള്ളത് കാണത്തുള്ളൂ, അതാണിത്. ഇനി ഇവിടുത്തെ മെയിൻ ലൂട്ട്, അതായത് ഇവിടുന്ന് റീകോൾ കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്ന ആ മെയിൻ ലൂട്ടിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് എക്സ്ട്രാ റീകോൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. ഇത് ഇവിടുത്തെ മെയിൻ വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ അകത്താണ് ആ മെയിൻ ലൂട്ട് വരുന്നത്. നൈസായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവുക. ഇതാണ് കണ്ടോ, സെൻറ്റർ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീമേറ്റിൻ്റെ ഹെൽപ്പും വേണം. ടീമേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒറ്റയ്ക്കും തുറക്കാൻ പറ്റും. ടീമേറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുറന്ന് കിട്ടും, അതാണ് പരിപാടി. നമ്മൾ നൈസായിട്ട് അതിൻ്റെ അടുത്ത് വരിക, അടുത്ത് വന്നിട്ട് ഓപ്പൺ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുൾ ടീമേറ്റായിട്ട് തുറക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ക്വിക്കായിട്ട് പെട്ടെന്ന് തുറന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ ആവും. നമ്മൾ ഒരുമിച്ച് ടീമേറ്റ് രണ്ടുപേരും കൂടെ നിന്നിട്ട് തുറക്കുന്നുണ്ട്. തുറക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു ബീം പോലെ, ഒരു ലൈസർ ബീം പോലെ പോയിട്ട് മേളിൽ ഇങ്ങനെ ലോഡിങ് കാണിക്കും. അപ്പോൾ അത് ഫുള്ള് ലോഡാവുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു നടുക്കുള്ള ആ ഒരു ക്യൂബ് പോലത്തെ സാധനം പൊട്ടിയിട്ട് നമ്മുടെ ലൂട്ട് കിട്ടും. നമുക്ക് എന്നിട്ട് നോക്കാം എക്സ്ട്രാ റീകോൾ കാർഡ് കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ, സംഭവം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ആ ഒരു സെൽഫ് റിവൈവിങ് കിറ്റ് മാത്രമാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കണ്ടോ. അല്ല, ഒന്നുമില്ല. കഴിഞ്ഞ അപ്ഡേറ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എക്സ്ട്രാ റീകോൾ ഒന്നുമില്ല. ഇവൻ്റ് ഇറങ്ങി ചത്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വിടും, അത്രയേ ഉള്ളൂ. പിന്നെ റീകോൾ ടവറിൽ പോയി റീകോൾ ചെയ്യാം. അപ്പം അങ്ങനത്തെ റീകോളാണ്. കഴിഞ്ഞ അപ്ഡേറ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെയിൻ ഇവൻറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഐലൻഡ് പോലെ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഐലൻഡ് ഇതുപോലെ ഒരു ട്രീയും സൈഡിൽ ഒരു ഐക്കണും കാണിക്കും, ഒരു ഫ്ലാഗിൻ്റെ കണക്കത്തെ സംഭവം. വേറെ ഒന്നുമല്ല, നമുക്കൊരു വേറൊരു വേൾഡിലേക്ക് ടെലിപ്പോർട്ടായി പോകാൻ പറ്റും. ഒരു സമാധാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് നൈസായിട്ട് ഇതിലേക്ക് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വേറൊരു വൈബുള്ള സ്ഥലത്തിലേക്ക് എത്തിക്കും. ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ടെലിപ്പോർട്ടായി എത്തും. ഒരു കിടിലം വൈബുള്ള, ഒരു മെഡിറ്റേറ്റിംഗ് വൈബൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തും കേട്ടോ. സംഭവം വേറെ വൈബ് സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ നല്ലൊരു കിടിലം മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരിക, ഇവിടെ അല്ല കളിച്ചില്ല, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് നൈസായിട്ട് ഇവിടെ വരിക, സിറ്റ് കൊടുക്കുക. സിറ്റ് കൊടുക്കുമ്പോൾ നൈസായിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ എനിമി വന്നു കഴിഞ്ഞാൽ തമ്മിൽ തല്ലുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം സമാധാനമാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം. കിടിലം വൈബാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ വന്നിട്ട് വൈബ് സ്ഥലമാണ്, വൈബ്. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു സംഭവം ഇവിടെ ഇപ്പം ഇല്ല. ഇതാണ് സംഭവം. ഇവിടെ കുറച്ച് ക്രേറ്റ് ഉണ്ട്, ലൂട്ട് കിട്ടുന്ന ക്രേറ്റ് ഉണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഇതിനെപ്പറ്റി ഇനി വേറെ ഒന്നും വലുതായിട്ട് കാണിക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ കുറേ പെട്ടികൾ ലൂട്ടൊക്കെ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇവൻറ്റിലേക്ക് പോകാം. അതിന് നോർമൽ ഇവൻറ്റിൽ നമ്മൾ താഴോട്ടൊക്കെ ചെടുത്ത് ചാടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലൈഡർ കിട്ടും. ഗ്ലൈഡർ സൂപ്പറാണ്, നല്ല ലോങ് പോകാൻ പറ്റും ഇത് വെച്ച് നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ചെറിയ ഇവൻ്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചെറിയ ഇവൻറ്റ് തൊട്ടടുത്തുള്ള. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ഗ്ലോബലിലേക്ക് കണ്ടു കാണും ഒരു പാണ്ട ഉള്ളത്. ഞാൻ എത്ര തപ്പിയിട്ടും കിട്ടിയില്ല ഗൈസ്. അത് സാധാരണ ഇതുപോലുള്ള ചെറിയ ഇവൻറ്റിലാണ് കിട്ടുന്നത്. അതിനെയും കിട്ടിയില്ല. പിന്നെ ഒരു ബെല്ലുണ്ട്, ഒരു മണി അടിച്ച് കുറച്ച് ലൂട്ടൊപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, അതും ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണുവാണെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഗ്ലോബലിനകത്തുണ്ടായിരുന്നു. നമുക്കത് വന്നിട്ടില്ലാത്തതാണോ അതോ ഞാൻ നോക്കിയിട്ട് കാണാത്തതെന്ന്. ഞാൻ കുറേ മാച്ച് കളിച്ചു, രാവിലെ തൊട്ട് കുറേ മാച്ച് കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയത്. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടുന്നത്. കുറേ നോക്കി, ഈ പാണ്ടാക്കുട്ടനെയും കിട്ടിയില്ല, നമുക്ക് ആ ഒരു ബെല്ലടിക്കുന്ന സംഭവം കിട്ടിയില്ല. കാരണം ഇവിടെയാണ് പാണ്ടാക്കുട്ടനെ കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യും. നമ്മുടെ മുതലാളി നൈസായിട്ട് നമ്മളെ തേച്ചാണോ എന്ന് അറിയത്തില്ല, ഞാൻ കണ്ടില്ല ഗൈസ്. നിങ്ങൾ കാണുവാണെങ്കിൽ പറയാം. ഇവിടെയാണ് രണ്ടാമത്തെ ഇവൻറ്റ്. ഇവിടെ വരുമ്പോഴും എത്ര പ്ലെയേഴ്സ് ഉണ്ടെന്നൊക്കെ കാണിക്കും. ഇവിടെ അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. സെയിം മറ്റേതിൻ്റെ ഒരു ചെറിയ വെർഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും സെയിം ആ ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സാധനം കണ്ടോ, അതാണ്ടേ അതിവിടെ ഉണ്ട്. സാധനം നടേ കേട്ടോ, എൻ്റർ ചെയ്ത് അങ്ങോട്ട് പോകാം. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലറ ചില്ലറ ബിൽഡിങ്സ് കാര്യങ്ങൾ എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഒരു യെല്ലോ മാർക്ക് കണ്ടോ, അത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം എന്താണ് പരിപാടി എന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോണിലേക്കുള്ള ഇവൻ്റ് ഇല്ലേ, മെയിൻ ഇവൻറ്റ്, വലിയ ഇവൻറ്റ്, അങ്ങോട്ടത്തേക്ക് ഇവിടുന്ന് ടെലിപ്പോർട്ടായി പോകാൻ പറ്റും. ആ ഒരു പോർട്ടൽ വഴി കയറി പോകാൻ പറ്റും. അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ്ട് ഇവിടെ എത്തുക, അതിനുശേഷം ഇതിൽ കയറി നമ്മൾ ആ ഒരു ഇവൻറ്റിലേക്ക് പോകാം കേട്ടോ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് അതിൽ കയറി നമ്മുടെ മെയിൻ ഇവൻറ്റിലേക്ക് ലോഡിങ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകും. അതും സോണിലുള്ള ഇവൻറ്റിലേക്കായിരിക്കും നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ ചെമ്പടിച്ച് വീണ്ടും ആ സ്ഥലത്ത് പോകണം. ഓക്കെ, ഞാൻ ഇപ്പം വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, സാധാരണ ഇവിടെയാണ് പാണ്ടയെ കാണുന്നത്. ബട്ട് ഇവിടെ പാണ്ടയെ കാണുന്നില്ല. ഈ ബാമ്പു ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ് കാണുന്നത്. പക്ഷേ പുള്ളിക്കാരുടെ അവിടെ കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അങ്ങനെ പുള്ളിക്കാരുടെ ഉണ്ടായിരുന്നു, പക്ഷേ ഗ്ലോബലിൽ ഉണ്ടായിരുന്നു, നമുക്ക് കാണുന്നില്ല.
അപ്പോൾ എനിക്ക് മാത്രമാണോ കാണാത്തത്, നിങ്ങൾക്കും കാണുന്നില്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പാവം പാണ്ഡേ കാണുന്നില്ല ഗൈസ്. അപ്പം അതിനെപ്പറ്റി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഈ അപ്ഡേറ്റിലുള്ള വേറൊരു കാര്യമാണ്, നമുക്ക് ഓട്ടോ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കിയിട്ട് ഡ്രൈവ് ചെയ്താൽ നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ ഡ്രിഫ്റ്റ് ആവും. അതെ, ഇതുപോലെ കണ്ടോ, കിടിലൻ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും കിടിലായിട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഷോക്കായിട്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പം അതൊരു ഓപ്ഷനാണ്. പിന്നെ വേറൊരു ഐറ്റം നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണോ ഇനി പെർമനൻ്റ് ആണോ എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ സംഭവം കിട്ടില്ലാണ്. അതായത് ഞാൻ ഷോപ്പിൽ പോയിട്ട് കാണിച്ചില്ല. നമ്മുടെ ഷോപ്പിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഈ ഒരു ഐറ്റം കിട്ടും. ഇതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാനുള്ളൊരു സാധനമാണ്, വെൽഡിങ് ഗൺ എന്ന് പറയും. അത് സംഭവം നമ്മുടെ പിസ്റ്റലിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണ്, വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾ ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ടയറൊക്കെ പൊട്ടിയാൽ റിപ്പയർ ആവത്തില്ല. നോർമലി വെഹിക്കിളിന് എനിമിയൊക്കെ ഫയർ ചെയ്ത് ഇതിൻ്റെ പുകയൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇവിടെ വരിക, നമ്മുടെ ആ പിസ്റ്റൽ പോലത്തെ ഭാഗം എക്യുപ്പ് ചെയ്യുക, അതിനുശേഷം ഫയർ ബട്ടൺ ഞെക്കുക. അത്രേ ഉള്ളൂ, നേരെ ഫയർ ബട്ടൺ അങ്ങ് ഞെക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വെൽഡ് ചെയ്ത് പണിഞ്ഞ് ശരിയാക്കും. വണ്ടിയുടെ ഹെൽത്ത് ഇവിടെ കാണിക്കും. നമ്മളിങ്ങനെ ഞെക്കുന്നതിനനുസരിച്ച് ഹെൽത്ത് ഇങ്ങനെ കൂടി വരും. ഗണ്ണിനും ഒരു ഹെൽത്ത് കാണും കേട്ടോ, അല്ലാതെ ഇങ്ങനെ അൾട്ടിമേറ്റ് അല്ല, അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ടുണ്ട്. അതിനുശേഷം വണ്ടിക്കുണ്ടോ ഹെൽത്തൊക്കെ ഓക്കെയാണ്. പെട്രോളൊന്നും കൂടത്തില്ല, നോർമലി വണ്ടിയുടെ ഹെൽത്ത് മാത്രമേ കൂടത്തുള്ളൂ. അപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു സാധനം ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ പഴയ OG പ്ലേയേഴ്സിനൊക്കെ അറിയാവുന്നൊരു സംഭവം ഉണ്ടാകും. ഇതേപോലെ നേരെ ഇവനിലേക്ക് സ്പീഡിൽ ചെന്നിട്ട് നേരെ വണ്ടി എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ മേളിലോട്ട് പോകും. പണ്ടത്തെ ഇവൻറ്റിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോഴത്തെ ഇവൻറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാസമായിട്ടൊക്കെ എൻട്രി ട്രൈ ചെയ്യാം. ഇപ്പം ഈ ഒരു രീതിയിൽ നോർമലി നമുക്ക് താഴേന്നും ഇവൻറ്റിലേക്ക് വരാൻ പറ്റും. നേരത്തെ കാണിച്ച കണക്ക് സെക്കൻഡ് ഇവൻറ്റിൽ നിന്ന് പോർട്ടൽ വഴി വരാൻ പറ്റും, നേരെ പാരഷൂട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യാനും പറ്റും. അങ്ങനെ മൊത്തം 3 രീതിയിൽ നമുക്ക് മെയിൻ ഇവൻറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാണ്ടയും ബെല്ലും മിസ്സിംഗ് ആണ്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒക്കെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. അപ്പം അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.